ഹായ് ഫ്രണ്ട്സ്, നാളെ വിഷുവാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് വിഷുവിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറിയാണ് മാമ്പഴക്കറി. അപ്പം ഞാനിവിടെ മാമ്പഴ പച്ചടിയാണ് വെക്കണേ. അതേ നമുക്ക് നല്ല പഴുത്ത മാമ്പഴം കിട്ടിയിട്ടുണ്ട്, കറി വെക്കണം മാമ്പഴം. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നല്ലൊരു മാമ്പഴ പച്ചടി ഉണ്ടാക്കാം. അപ്പോൾ ആ മാമ്പഴത്തിൻ്റെ കടഭാഗം അങ്ങോട്ട് ചെത്തിയിട്ട് നമുക്ക് ഈ കത്തി കൊണ്ടിങ്ങനെ വലിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല പഴുത്ത മാമ്പഴമാണ്, നല്ല മധുരമാണ്, തേൻ മധുരം എന്നൊക്കെ പറയുന്ന പോലെ. ഇതിങ്ങനെ കത്തി കൊണ്ടെല്ലാം വലിച്ചെടുക്കാം. എല്ലാ മാമ്പഴവും പച്ചടി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ഈ കറിമാമ്പഴം തന്നെ വെക്കണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം ഈ പഴുക്കാതെയൊക്കെ പറിച്ച് വെച്ചിട്ടാണ് ഈ പുളിയൊക്കെ ഉണ്ടാകുന്നത്. അതിൻ്റെ അകം വെള്ള നിറമായിരിക്കുകയും ചെയ്യും. ഇതിപ്പോൾ നല്ല ചുമന്ന നിറമാണേ. അപ്പം എല്ലാം ഇങ്ങനെ വലിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത്തിരി അധികം എടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ മാമ്പഴ പച്ചടി. എന്നാൽ പുളിശ്ശേരി അങ്ങനെ ഞാൻ ഉണ്ടാക്കാറില്ല. ഇവർക്കൊക്കെ ഈ പച്ചടിയോടാണ് ഇഷ്ടം. തൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോരാൻ ബുദ്ധിമുട്ടുള്ളതങ്ങ് കത്തിക്കങ്ങോട്ട് ചെത്തിയിട്ടാൽ മതി. അപ്പോൾ അതേ നമ്മുടെ നാടൻ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഉണ്ടമുളകില്ലേ അത്. കാന്താരി നിപ്പുണ്ട്. അപ്പോൾ ഞാനപ്പോൾ ഈ ഉണ്ടമുളക് തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ ആ എരിവും ആ മധുരവും ഉപ്പും പുളിയും എല്ലാം കൂടെ ചെല്ലുമ്പം ഒരു നല്ല രുചിയാണേ. ഇനി ഇതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണേ. ഒരല്പം വെള്ളം ഒഴിച്ചാൽ മതി. ഇനി അരപ്പിൻ്റെ വെള്ളമൊക്കെ കൂടെ വരുമ്പോൾ വെള്ളം കൂടിപ്പോകരുത്, നല്ല കുറുകിയിരിക്കണം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. നമ്മുടെ ഈ മാമ്പഴത്തിൻ്റെ നിറം അങ്ങോട്ട് മാറിപ്പോകരുത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടപ്പത്ത് വെക്കാം. ഇതിങ്ങനെ അടപ്പത്ത് വെച്ച് ഒത്തിരി ഒന്നും വേവിക്കണ്ട. ഒരു 2-3 തിള വരുമ്പോഴത്തേനും നമുക്ക് അരപ്പ് ചേർക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്കിതിന് അരപ്പുണ്ടാക്കാം. അപ്പം ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് 2 പ്രാവശ്യമായിട്ടാണ് അരക്കണേ. ഒരല്പം വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുക്കണം. തേങ്ങയൊന്ന് അരഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇട്ടാൽ മതിയേ. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള തേങ്ങയും കൂടെ അരച്ചെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് വെന്തോന്നൊക്കെ നോക്കാം. മാമ്പഴം നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇളക്കി നോക്കാം. അപ്പോൾ ഇതേ അടിക്കൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. നല്ല പോലെ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങയും ജീരകവും. ഇനി ഈ അരപ്പ് ചേർത്തിട്ട് ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കണ്ട, നല്ല കുറുകിയിരിക്കണേ. ഇനി നമുക്കിതിൻ്റെ കൂടെ ഒരല്പം തൈരും കൂടെ ചേർക്കണം. അപ്പോൾ ഒത്തിരി വെള്ളമായി പോകരുത്. അപ്പോൾ എല്ലാം നല്ലപോലെ ഇളക്കി കൊടുക്കണേ.
തൈര് ഒഴിക്കുമ്പോൾ എപ്പോഴും നല്ല കട്ട തൈര് ഒഴിക്കണേ. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ ഇത്തിരി അടിച്ച് വെച്ചിരുന്നതാണ്, സ്പൂണ് വെച്ചാണ് അടിച്ചത് തൈര്. അപ്പം അതും കൂടെ ഒഴിച്ചിട്ട് ഒത്തിരി തിളയൊന്നും വരണ്ട, പതുക്കെ ഒന്ന് തിള വന്നാൽ മതി. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കണേ. ഇനി ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ഇടണം. പുളിയുള്ള മാമ്പഴമാണെങ്കിൽ പഞ്ചസാര ഒരു സ്പൂണൊക്കെ ഇടാം, അല്ലെങ്കിൽ ശർക്കര ഇട്ടാലും മതി. ഇതിപ്പോൾ അധികം പുളിയൊന്നുമില്ല, ഞാനൊരു നുള്ളു പഞ്ചസാര ഇട്ടിട്ടുള്ളൂ, 1 ടീസ്പൂൺ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കടുക് വറുക്കണം. നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പം ഒന്ന് കടുക് വറുക്കണതാണ് നല്ലത്. വെളിച്ചെണ്ണയിൽ തന്നെ വറുക്കുകയും ചെയ്യണം. അപ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ട് ഒരല്പം കടുക് ഇട്ട് കൊടുക്കണേ. അപ്പോൾ കടുക് നല്ലതുപോലെ പൊട്ടണം. കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. കടുകൊക്കെ പൊട്ടി വരുമ്പോഴത്തേനും 2 ചെറിയുള്ളിയും കൂടെ അരിഞ്ഞെടുക്കണേ. ചെറിയുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞതാണ്, 2-3 ചെറിയ ഉള്ളിയും ഒരല്പം കറിവേപ്പിലയും ഇതും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇതിവിടെ കിടന്ന് നല്ലപോലെ മൂക്കട്ടെ. ഇതിലേക്ക് ഒരു 2-3 ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മുറിച്ചിട്ടിട്ടുണ്ട്, മുറിക്കാതെ ഇടണമെങ്കിൽ അങ്ങനെയും ഇടാം. നല്ലപോലെ മൂക്കണം. ആ ഉള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് കിട്ടണം. അപ്പോൾ ഇത്തവണത്തെ വിഷുവിന് ഇങ്ങനെ ഒരു മാമ്പഴക്കറി ഉണ്ടാക്കാൻ, മാമ്പഴ പച്ചടി ഉണ്ടാക്കാൻ ആരും മറക്കരുതേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ട്. ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞൊന്നും പോവണ്ട, മൂത്ത് പോവണ്ട. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു നുള്ള് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒത്തിരി മുളക് പൊടിയൊന്നും ഇടണ്ട, ഒരു നുള്ള്. ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രം. ഒരു നുള്ളേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇനി ഇത് നമ്മുടെ മാമ്പഴ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. എല്ലാവർക്കും താങ്ക് യു.